രാജ്യം മൊത്തം ആഗ്രഹിക്കുന്ന ഒരു ബഹുമതി കയ്യിൽ കിട്ടിയാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിന് ഏറ്റവും നല്ല നിമിഷമായി സൂക്ഷിച്ചു വെക്കുമായിരിക്കുമല്ലേ? എന്നാൽ നമ്മുടെ മഹാനടൻ മോഹൻലാൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ബഹുമതി കയ്യിൽ കിട്ടിയിട്ട് മധുരിച്ചിട്ട് തുപ്പണോ കഴിച്ചിട്ടിറക്കണോ എന്നറിയാതെ നിൽക്കുകയാണ്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച അന്നു മുതൽ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന് എയറിൽ നിന്നും താഴെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യമുണ്ടായ കവിതയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഒരു പൊടിക്കുന്ന അടങ്ങിയപ്പോഴേക്കും ഇതാ അടുത്ത പട കയറും പൊട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇത്തവണ നമ്മുടെ ലാലേട്ടന് ഒറ്റ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തുന്ന വാനോളം മലയാളം ലാൽ സലാം എന്ന പരിപാടിയാണ് ഇത്തവണത്തെ വില്ലൻ. മോഹൻലാലിനെ ആദരിക്കാനുള്ള പ്രോഗ്രാം ആവുമ്പോൾ ഇടാൻ ഇഷ്ടം പോലെ പേരുകൾ ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇഷ്ടപ്പെട്ടത് ലാൽ സലാം എന്ന പേര് വാലിന്മേൽ ചേർക്കാനാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രോഗ്രാം എന്ന് പറയാൻ തോന്നിക്കുന്ന, ഒന്നുകൂടി നോക്കുമ്പോൾ അത് അദ്ദേഹം അഭിനയിച്ച സിനിമാ പേരല്ലേ എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പേര് വേണമെന്ന് മന്ത്രിമാർ എല്ലാം കൂടി തീരുമാനിച്ചപ്പോൾ അതിങ്ങനെയായി. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയൻ ഫിലിപ്പിന് പേരൊരു പ്രശ്നം തന്നെയാണ്. മൂപ്പർക്ക് മോഹൻലാലിന്റെ അഭിനയമോ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരമോ ഒന്നുമല്ല വിഷയം. മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിനെ തങ്ങളുടെ പക്ഷക്കാരനാക്കാൻ ഇടതുപക്ഷം നോക്കുന്നു എന്നതാണ്. മാത്രമല്ല, ഒരു ഉണക്ക പേരും ഇട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന മോഹൻലാൽ സ്വീകരണ ചടങ്ങിന് ലാൽ സലാം എന്ന പേര് നൽകിയതിന് മോഹൻലാലിന് സലാം എന്ന് മാത്രമാണ് അർത്ഥമുള്ളത് എന്നുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും പുള്ളിക്കാരനെ പിടിച്ചിട്ടില്ല. ലാൽ സലാം എന്നത് കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണ്. ലാൽ സലാം എന്ന ഹിന്ദി വാക്കിന് ചുവന്ന വന്ദനം അഥവാ ചുവപ്പൻ അഭിവാദ്യം എന്നാണ് യഥാർത്ഥ അർത്ഥം. ഇംഗ്ലീഷിൽ റെഡ് സല്യൂട്ട് എന്നാണ്. ലാലിന് ചുവപ്പൻ അഭിവാദ്യം നേരിടുന്ന പാർട്ടി പരിപാടിയായി പൗരസ്വീകരണത്തെ മാറ്റുകയെന്ന ദുഷ്ടലാക്കാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. കമ്മ്യൂണിസ്റ്റ് കഥാപാത്രങ്ങളുടെ ചരിത്ര പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണ് ചെറിയൻ കൽപ്പകവാടി തൻ്റെ സിനിമയ്ക്ക് ലാൽ സലാം എന്ന പേര് നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കാര്യങ്ങളുടെ ഒരു പോക്ക് നോക്കണേ. സ്വതവേ ഒരു BJP ചായ്വുള്ള ആളാണ് സാക്ഷാൽ മോഹൻലാൽ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനിപ്പോൾ പ്രോഗ്രാമിനിടയിൽ സഖാവ് മോഹൻലാൽ എന്ന് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വിളിച്ചാലും മാറാൻ പോവുകയുമില്ല. പിന്നെ എന്തിനിയന്മാർ ഇക്കാരണത്തിൽ പുകലുകൾ ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത്. മന്ത്രി സജി ചെറിയാന്റെ കാര്യമാണ് അതിലും കഷ്ടം. എവിടെ തൊട്ടാലും പണി തന്നെ പണി. മാതാ അമൃതാനന്ദമയ്യെ ഒന്ന് ആദരിച്ചതിന്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല. അപ്പോഴേക്കും ഇതാ പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ് തന്നെ പണി ഏണി വെച്ച് വാങ്ങിയിരിക്കുന്നു. ഒന്നുകിൽ പുള്ളിക്കാരൻ ഈ ആദരിക്കുന്ന പരിപാടി നിർത്തണം, അല്ലെങ്കിൽ കുറച്ചുകൂടിയൊക്കെ നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർ തുമ്മി ഒരു വഴിക്കാവുമെന്ന കാര്യം തീർച്ചയാണ്.